മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം തുടരുന്നു. മൂന്നാർ കന്നിമല എസ്റ്റേറ്റിലാണ് ഒടുവിൽ മോഷണം നടന്നിട്ടുള്ളത്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2 ഗ്യാസ് സിലിണ്ടറുകളടക്കം മോഷണം പോയി. മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ ഉണ്ടാകുന്ന മോഷണ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഫ്ലവർ ഗാർഡിന് സമീപം വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം നടന്നിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ കന്നിമല എസ്റ്റേറ്റ് ഭാഗത്തുള്ള വഴിയോര കടകളിലും മോഷണം നടന്നുവെന്ന പരാതി ഉയർന്നിട്ടുള്ളത്. കടലാർ സ്വദേശിനിയായ വീട്ടമ്മ നടത്തി വന്നിരുന്ന കടയിലാണ് മോഷണം നടത്തിയത്. இன்னைக்கு காலையில் கடையை ஓப்பன் பண்ணி பார்க்க என் கடை பூட்டெல்லாம் உடச்சி உள்ளே இருந்த 2 சிலிண்டரு நான் அடிஷனல் அடைக்கிறதுக்காக ஒரு புக்கில் காசு வச்சு இங்கே தான் வச்சுருக்கேன். எப்பவும் அந்த காசு இல்லை எனக்கு. ஒரு 7000 ரூபாய் தயவுசெய்து எனக்கு அதை கண்டெடுத்து பார்த்து கொடுவோம். ஆளை கண்டுപിടിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിനുശേഷം വീട്ടമ്മ എത്തി കട തുറന്നപ്പോഴാണ് കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളും മറ്റും മോഷണം പോയ വിവരം അറിയുന്നത്. മൂന്നാർ മേഖലയിലെ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം വർദ്ധിച്ചു വരുന്നത് കടയുടമകളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. നാളുകൾക്ക് മുമ്പും സമാന സ്ഥിതി രൂപം കൊണ്ടിരുന്നു. ചിലർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു. നാളുകൾക്ക് ശേഷമാണ് വീണ്ടും മോഷണം വർദ്ധിച്ചിട്ടുള്ളത്. രാത്രികാലത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ.